പറ്റൂല. അതിൽ ലഘൂകരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞവൻ പീഡിപ്പിക്കും ആദ്യം. പിന്നെ എങ്ങനെയാണ്? ഞാനാണ് ലഘൂകരിക്കാൻ വരുന്നത്, ഞാനാണ് നിങ്ങളെ നന്നാക്കാൻ വരുന്നത്, ഞാനാണ് നിങ്ങളുടെ ശത്രു. യെസ്, അതാണ് ഇവിടുത്തെ ഇന്ത്യ. ഓക്കെ. സ്ത്രീ ഉണ്ടെടുത്ത് പണ്ട് നയനാർ പറഞ്ഞിട്ടുണ്ട് പീഡനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ത്രീകളാണ് ഇപ്പോൾ ആമ്പിള്ളരെയൊക്കെ കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അത് പീഡനം അല്ല. 6 വയസ്സ് മുതൽ തുടങ്ങിയിരിക്കുക. സ്കൂളിലായാലും അല്ലെങ്കിൽ റോഡിലായിരുന്നാലും വഴിയിലായാലും ഒരു ഇതുമില്ല. നമ്മളെല്ലാവരും മോശക്കാരൊന്നും അല്ല. പക്ഷേ ഇന്നത്തെ ജനതയെ അങ്ങനെ ആക്കി വിട്ടിരിക്കുകയാണ്. വീടുകളിൽ നിന്ന് വരെ അമ്മയ്ക്കും അച്ഛൻ്റെ സുഖത്തിന് വേണ്ടി മക്കളെ വെളിയിലിട്ട് വിടും. പിന്നെ തിരിച്ച് പിള്ളേർ വല്ല വഴിയിലും പോകണം. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ വിവാഹിതനല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഓക്കെ. ഇല്ല, വിവാഹം കഴിയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നെ പോലെ ജീവിക്കുക സ്വതന്ത്രമായി. കാരണം മരിക്കുമ്പോൾ ഭാര്യ കാണുമെന്നാണ് പറയുന്നത്. എൻ്റെ ഭാര്യ ആദ്യം മരിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കും? അതാണ്. ഓക്കെ. പുള്ളി പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. പുള്ളി സ്വതന്ത്രമായിട്ട് പുള്ളി ജീവിക്കും. പക്ഷേ എന്നാലും ഒരു ആവശ്യം തന്നെയാണ്. എല്ലാവരും കല്യാണം കഴിച്ചാൽ എല്ലാം നല്ലതാണെന്നും പറയുന്നില്ല, കല്യാണം കഴിച്ചില്ലെങ്കിലും നല്ലതെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്. പിന്നെ അച്ഛനും അമ്മയും സുഖത്തിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വിടുന്നതെന്ന് ഒരിക്കലും അല്ല. അച്ഛനും അമ്മയും സുഖിക്കാൻ വേണ്ടിയിട്ടല്ല പുറത്തേക്ക് വിടുന്നത്. എൻ്റെ മക്കളോട് നല്ല രീതിക്ക് വഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടണം, നല്ല ജോലി നേടണം അധികം പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ ജോലി ഇല്ലാത്ത കാരണം പലരും പുറത്തേക്കുണ്ട്. ഇപ്പോൾ ജർമ്മനാണ് ഇപ്പോൾ എല്ലാവരും കൂട്ടി പിടിക്കുന്നത്. ഒരുപാട് പേരെ എനിക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വെച്ചിട്ട് നല്ല ഭാവി ഉണ്ടായിരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ പുറത്തേക്ക് വിടുന്നത്. അച്ഛനമ്മയുടെ സുഖത്തിന് വേണ്ടിയല്ല. ഒന്നാമത് തെറ്റിയിരിക്കും. പിന്നെ ആണുങ്ങളെ കഷ്ടത്തിൽ വെച്ചിട്ട് അതും ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോൾ നടക്കുന്ന പീഡനങ്ങളുടെ കാര്യത്തിലെല്ലാം അങ്ങനെ റേപ്പായിട്ട് കൂട്ടാനും പറ്റില്ല. അതും ഉള്ള കാര്യം തന്നെ. പുള്ളി പറഞ്ഞ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കില്ലാത്തവന് സ്ത്രീധനത്തിൻ്റെ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ഭാര്യ തന്നെ തുണ കാണുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ മിക്കപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗ് തന്നെയാണ്, എന്നെ ഇങ്ങനെ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ നിന്നെ ആര് വയസ്സങ്കാലത്തായിരുന്നു നോക്കും. പറയാൻ പറ്റില്ല. മക്കൾ വരെ ഇട്ടേച്ച് പോയവരുണ്ട്, ഭാര്യ ഇട്ടേച്ച് വേറെ ഒരുത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രസക്തിയില്ല. നോക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അയാൾ തന്നെയാണ് നമ്മൾ നോക്കുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്.